സ്റ്റുഡൻസ്, വെൽക്കം ടു കൊമേഴ്സ് ട്യൂട്ടോറിയൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോർപ്പറേറ്റ് റെഗുലേഷനിലെ മാനേജ്മെൻറ്റ് ഓഫ് കമ്പനീസ് എന്ന ചാപ്റ്ററിലെ സെക്കൻഡ് പാർട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് പെനാൽറ്റി? ഇഫ് എ ഡയറക്ടേഴ്സ് ഓഫ് ദ കമ്പനി contravene the provisions of this section, such directors shall be punishable with a fine which shall not be less than 1 lakh rupees but which may extend to 5 lakh rupees. ഇവിടെ പെനാൽറ്റി എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ ഡയറക്ടർമാർ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലുള്ള അല്ലെങ്കിൽ ഈ ഒരു സെക്ഷനിലുള്ള എല്ലാ പ്രൊവിഷൻസുകളും ലംഘിച്ചാൽ അത്തരം ഡയറക്ടർമാർക്ക് 1 ലക്ഷം രൂപയിൽ കുറയാത്തതും 5 ലക്ഷം രൂപ വരെ നീട്ടാവുന്നതുമായിട്ടുള്ള ഒരു പിഴ ലഭിച്ചേക്കാം എന്ന് പറയുന്നു. അത്തരം ഇതിനെയാണ് നമ്മൾ പെനാൽറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ലയബിലിറ്റി ഓഫ് ഡയറക്ടേഴ്സ്. ലയബിലിറ്റീസ് ഓഫ് ഡയറക്ടേഴ്സ് നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സിവിൽ ലയബിലിറ്റീസ് എന്നും ക്രിമിനൽ ലയബിലിറ്റീസ് എന്നും. സിവിൽ ലയബിലിറ്റീസ് എന്ന് പറയുകയാണെങ്കിൽ ദ സിവിൽ ലയബിലിറ്റീസ് ഓഫ് ഡയറക്ടേഴ്സ് ക്യാൻ ബി ഡിസ്കസ്ഡ് അണ്ടർ ദ ഫോളോയിങ് ഹെഡ്സ്. സിവിൽ ലയബിലിറ്റീസിൽ നിന്ന് നമ്മൾ ലയബിലിറ്റി ടു ഔട്ട്സൈഡേഴ്സ് എന്നും ലയബിലിറ്റി ടു ദ കമ്പനീസ് എന്നും അപ്പോൾ ലയബിലിറ്റി ടു ഷെയർ ഹോൾഡേഴ്സ് എന്നും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ലയബിലിറ്റി ടു ഔട്ട്സൈഡേഴ്സ് എന്ന് പറഞ്ഞാൽ ദ ഡയറക്ടേഴ്സ് മേ ഇൻകർ ദ പേഴ്സണൽ ലയബിലിറ്റി ടു തേർഡ് പാർട്ടീസ് ഇൻ കോൺസിക്വൻസ് ഓഫ് കോൺട്രാക്റ്റ് മെയ്ഡ് ഓൺ ബിഹാഫ് ഓഫ് ദ കമ്പനി. ഇവിടെ പറയുന്നത് കമ്പനിയെ പ്രതിനിധീകരിച്ച് ഉണ്ടാക്കിയ കോൺട്രാക്റ്റുകളുടെ ഫലമായിട്ട് ഡയറക്ടർമാർക്ക് തേർഡ് പാർട്ടികൾ ഒരു ഇൻഡിവിജ്വലായിട്ടുള്ള ലയബിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദ ഇമ്പോർട്ടൻസ് ലയബിലിറ്റീസ് ആർ: ഫസ്റ്റ് വൺ, ആസ് ദ ഡയറക്ടേഴ്സ് ആർ ഏജൻറ്റ് ഓഫ് ദ കമ്പനി ദേ ആർ ലയബിൾ ഓൺ സച്ച് കോൺട്രാക്ട് ഇൻ വിച്ച് ദ ഏജൻറ്റ് ആർ ലയബിൾ അണ്ടർ സച്ച് സർക്കംസ്റ്റൻസ്. ഈ ഇമ്പോർട്ടൻറ്റ് ലയബിലിറ്റീസ് ഓഫ് ഔട്ട്സൈഡേഴ്സിൻ്റെ കേസിലുള്ള ഇമ്പോർട്ടൻറ്റ് ലയബിലിറ്റീസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ്, ഇവിടെ ഡയറക്ടർമാർ കമ്പനിയുടെ ഏജൻ്റ് ആയതിനാൽ തന്നെ അത്തരം സാഹചര്യങ്ങളിൽ ഏജൻറ്റുമാർ ലയബിൾ ആയിട്ടുള്ള അത്തരം കരാറുകൾ അല്ലെങ്കിൽ കോൺട്രാക്റ്റുകൾ അവർ ബാധ്യസ്ഥരാണെന്നാണ് പറയുന്നത്. ദ ഡയറക്ടേഴ്സ് ആർ ലയബിൾ ടു കോമ്പൻസേറ്റ് ദ കമ്പനി ആൻഡ് ദി അലോട്ടി ഫോർ എനി ലോസസ് ഓർ ഡാമേജസ് ഡ്യൂ ടു ഇറഗുലർ അലോട്ട്മെൻറ്റ്. ഇറഗുലർ ആയിട്ടുള്ള അലോട്ട്മെൻറ്റ് മൂലമുണ്ടാകുന്ന നഷ്ടം അല്ലെങ്കിൽ ഡാമേജസ് അത് കമ്പനിക്ക് അലോട്ടിക്കും കോമ്പൻസേറ്റ് ചെയ്യാനുള്ള ഒരു ഗവൺമെൻറ് ഡയറക്ടർമാരെ കോമ്പൻസേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ അത് ഗവൺമെൻറ് ഡയറക്ടർമാരുടെ ബാധ്യതയാണെന്നാണ് പറയുന്നത്. ദ ഡയറക്ടർ മേ ബി ഹെൽഡ് ലയബിൾ ബൈ എൻ ഓർഡർ ഓഫ് ദ കോർട്ട് ഇൻ കേസ് ഓഫ് ഫ്രോഡുലന്റ് ട്രേഡിംഗ് ബൈ ദി കമ്പനി. എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി ഇവിടെ പറയുന്നത് ഫ്രോഡുലൻ്റ് ആയിട്ടുള്ളൊരു ട്രേഡിംഗ് നടത്തിയാൽ അത് കോടതിയുടെ ഉത്തരവ് പ്രകാരം ഡയറക്ടർമാരെ അത് ബാധ്യസ്ഥരാക്കുമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ലയബിലിറ്റി ടു ദ കമ്പനി. ദ ഡയറക്ടേഴ്സ് ആർ റെസ്പോൺസിബിൾ ടു ദ കമ്പനി ഫോർ എനി ലോസസ് ദാറ്റ് ഇറ്റ് മേ സഫർ ഡ്യൂ ടു അൾട്രാ വൈറസ് ആക്ട് ഓഫ് ദ ഡയറക്ടേഴ്സ്. ഇവിടെ ഡയറക്ടർമാരുടെ അൾട്രാ വൈറസുകൾ കാരണം കമ്പനിയിലുണ്ടാകുന്ന ലോസ് അത് ഡയറക്ടർമാരാണ് അവിടുത്തെ ഉത്തരവാദികൾ എന്നാണ് പറയുന്നത്. The directors are liable for any breach of duty in the conduct of the company affairs resulting in a loss to the company. എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയിലുള്ള എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡ്യൂട്ടിയിൽ ബ്രീച്ച് സംഭവിച്ചാൽ ഡയറക്ടർമാർക്ക് ലയബിലിറ്റി ഉണ്ടായിരിക്കും. അതും മാത്രമല്ല അത് കമ്പനിയുടെ ലോസിന് കാരണമാവുകയും ചെയ്യുന്നു. ലയബിലിറ്റി ടു ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ ഫോർ നെഗ്ലിജൻസ്, മിസ്പ്ലേസ്നെസ്, ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ഓർ കമ്മിറ്റിംഗ് ആക്ട് വിച്ച് മേ ബി അൾട്രാ വൈറസ് ഓർ ഫ്രോഡുലൻ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗ്ലിജൻസ്, മിസ്പ്ലേസ്നെസ്, അതുപോലെ തന്നെ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് അല്ലെങ്കിൽ അൾട്രാ വൈറസുകളോ ഒക്കെ എന്താണ് ഫ്രോഡുലൻറ്റിന് കാരണമായേക്കാം എന്നാണ് പറയുന്നത്. ഫോർ റോങ്ഫുൾ ഫോർഫീച്ചർ ഓഫ് ഷെയർസ്, റോങ്ഫുള്ളായിട്ടുള്ളൊരു ഫോർഫീച്ചർ ഓഫ് ഷെയർസ് പ്രൊവൈഡ് ചെയ്യാം. നെക്സ്റ്റ്, ക്രിമിനൽ ലയബിലിറ്റി. ദ ഡയറക്ടേഴ്സ് മേ ബി ഹെൽഡ് ക്രിമിനൽ ലയബിൾ on their failure to fulfill the formalities imposed upon them by Act. The panel provisions are incorporated to create a sense of awareness among the directors in discharging their obligations. The directors may be penalized with a fine or imprisonment or both under the following circumstances. Companies Act വഴി എന്തെങ്കിലും തരത്തിലുള്ളൊരു ഫോർമാലിറ്റീസുകൾ നിറവേറ്റുന്നതിൽ
ഡയറക്ടർമാർക്ക് ഒരു ക്രിമിനൽ ലാബിലിറ്റീസ് ഉണ്ട്. ഇവിടെ ഡയറക്ടർമാർ അവരുടെ ലാബിലിറ്റികൾ നിറവേറ്റുന്നതിൽ അവബോധം സൃഷ്ടിക്കുന്നതിനാൽ ഈ വരുന്ന എല്ലാ ഒഫൻസുകളും അല്ലെങ്കിൽ ശിക്ഷാ നടപടികളും ഉൾപ്പെടുത്തിയിരിക്കുന്നുണ്ട്. ഡയറക്ടർമാർക്ക് എന്തെങ്കിലും തരത്തിലുള്ള പെനാൽറ്റി അതൊക്കെ എന്താണ്, അല്ലെങ്കിൽ ഇനി പറയുന്ന സർക്കംസ്റ്റൻസുകളിലൂടെയും പെനാൽറ്റി എന്താണ് ഈടാക്കാമെന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ഫില്ലിംഗ് ഓഫ് പ്രോസ്പെക്ടസ് കണ്ടെയ്നിങ് അൺട്രൂ സ്റ്റേറ്റ്മെൻറ്റ്സ്. അൺട്രൂ സ്റ്റേറ്റ്മെൻറ്റ്സുകൾ അടങ്ങിയ പ്രോസ്പെക്ടസ് പൂരിപ്പിക്കുക. ഇഷ്യൂയിങ് ഫാൾസ് അഡ്വർടൈസ്മെൻറ്റ് ഇൻവൈറ്റ് ഡെപ്പോസിറ്റ്സ്. ഡെപ്പോസിറ്റേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുന്ന തെറ്റായിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യാം. ഇൻവൈറ്റിംഗ് ഡെപ്പോസിറ്റ് ഇൻ കോൺട്രവെൻഷൻസ് ഓഫ് ദ റൂൾസ് ആൻഡ് കണ്ടീഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂൾസും അതുപോലെ തന്നെ കണ്ടീഷൻസുകളൊക്കെ എന്താണ് വിരുദ്ധമായിട്ട് ഇൻവെസ്റ്റേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യാം. നെക്സ്റ്റ്, ഫ്രോഡ്ലൻറ്റ് ഇൻഡ്യൂസിങ് പേഴ്സൺ ടു ഇൻവെസ്റ്റ് മണി ഇൻ ദ കമ്പനി. കമ്പനിയിലെ എമൗണ്ട് അത് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു വ്യക്തിയെ എന്താണ് ഫ്രോഡ്ലൻ്റ് ആയിട്ട് പ്രേരിപ്പിക്കുക. നെക്സ്റ്റ്, ഡിഫാൾട്ടിങ് ദ പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താണ് ഡിവിഡൻറ്റിൻ്റെ പേയ്മെൻറ്റ് അത് പ്രൊവൈഡ് ചെയ്യുന്നത് ഡിഫാൾട്ടിങ് ആക്കുക. കൺസീലിംഗ് ദ നെയിം ഓഫ് ഡയറക്ടേഴ്സ് കൺസീലിംഗ് ദ നെയിം ഓഫ് ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സിൻ്റെ നെയിം ക്രെഡിറ്റേഴ്സുകളുടെ നെയിം എന്താണ് മറച്ചു വയ്ക്കുക. ഫെയിലിയർ ടു ഡിസ്ക്ലോഷർ ദ ഷെയർ ഹോൾഡിങ്സ് വെളിപ്പെടുത്തുന്നതിൽ ഫെയിലിയർ ആവുക. ഫെയിലിയർ ടു പ്രസൻറ്റ് ദ ഫൈനൽ അക്കൗണ്ട് ബിഫോർ ആനുവൽ ജനറൽ മീറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനൽ അക്കൗണ്ടിൻ്റെയും ആനുവൽ ജനറൽ മീറ്റിങ്ങിന് മുമ്പായിട്ട് ഫൈനൽ അക്കൗണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൽ എന്താണ് ഫെയിലിയർ ആവുക. ഫാൾസ് ഡിക്ലറേഷൻ ഓഫ് കമ്പനി സോൾവൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ സോൾവൻസി ഉള്ള അല്ലെങ്കിൽ ഇൻസോൾവൻ്റ് ആയിട്ടുള്ളൊരു കമ്പനിയുടെ ഡിക്ലറേഷൻസ് അതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഫാൾസ് വരുത്തുക. ആക്ടിങ് ആസ് ഡയറക്ടേഴ്സ് ആഫ്റ്റർ റിമൂവൽ ബൈ കോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോർട്ട് നീക്കം ചെയ്ത ശേഷം ഡയറക്ടറുമായിട്ട് പ്രവർത്തിക്കുന്നത്. കോർട്ടിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നീക്കം ചെയ്തതിന് ശേഷം ഡയറക്ടറായിട്ട് പ്രവർത്തിക്കുക. നെക്സ്റ്റ്, ഗ്രാൻഡ് ഓഫ് ലോൺസ് ടു ഡയറക്ടേഴ്സ് വിത്തൗട്ട് ഫോർമാലിറ്റീസ് ഇല്ലാതെ തന്നെ ഡയറക്ടർമാർക്ക് ലോൺസ് പ്രൊവൈഡ് ചെയ്യാം. ഫെയിലിയർ ടു സപ്ലൈ ദ ഇൻഫർമേഷൻ ഓഫ് ഓഡിറ്റർമാരുടെ ഇൻഫർമേഷൻസ് നൽകുന്നതിൽ ഫെയിലിയർ ആവുക. സപ്ലൈയിങ് റോങ് ഇൻഫർമേഷൻ ടു സെൻട്രൽ ഗവൺമെൻറ് തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക. ഇംപ്രോപ്പർ ഇഷ്യൂ ഓഫ് ദ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ഫെയിലിയർ ടു അറ്റാച്ച് എ റിപ്പോർട്ട് ഓഫ് ദ ബോർഡ് ടു ദ ബാലൻസ് ഷീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോർഡിൻ്റെ റിപ്പോർട്ട് പ്രകാരം ബാലൻസ് ഷീറ്റിലേക്ക് അതിനെ അറ്റാച്ച് ചെയ്യുന്നതിൽ ഫെയിലിയർ ആവുക. നെക്സ്റ്റ്, റെസിഗ്നേഷൻ ഓഫ് ഡയറക്ടർ സെക്ഷൻ 168. എ ഡയറക്ടർ മേ ബി റിസൈൻഡ് from his office by giving a notice in writing to the company, and the board shall on the receipts of such notice take note of the same, and the company shall intimate the register in such manner within such time and in such form as may be prescribed, and shall also place the fact of such resignation in the report of directors laid in the immediately following the general meeting by the company. ഇവിടെ റെസിഗ്നേഷൻ ഓഫ് ഡയറക്ടർ 168 പ്രകാരം ഒരു കമ്പനിക്ക് റിട്ടേൺ നോട്ടീസ് നൽകി ഒരു ഡയറക്ടർ തൻ്റെ ഓഫീസിൽ നിന്ന് റിസൈൻ ചെയ്യാം. അത്തരം നോട്ടീസുകൾ ലഭിച്ചാൽ ബോർഡ് അത് ശ്രദ്ധിക്കുകയും കമ്പനി രജിസ്ട്രാറെ അത്തരം സമയത്തിനുള്ളിൽ ഇത് അറിയിക്കുകയും ചെയ്യും. ഇതിലുള്ള എല്ലാ കാര്യം നിർദ്ദേശിക്കുകയും അത്തരം റെസിഗ്നേഷൻ ചെയ്യുന്ന കമ്പനി ഉടൻ തന്നെ നടക്കുന്ന ഒരു ജനറൽ മീറ്റിംഗ്സിൽ ഉടൻ തന്നെ ഡയറക്ടർമാരുടെ ഒരു റിപ്പോർട്ട് സ്ഥാപിപ്പിക്കുകയും ചെയ്യുന്നു. ഇതിനാണ് റെസിഗ്നേഷൻ ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, റിമൂവൽ ഓഫ് ഡയറക്ടർ.
A company may remove a director not being a director appointed by the tribunal under section 242 by passing an ordinary resolution before the expiry of the period of his office after giving him a reasonable opportunity of being heard. റിമൂവൽ ഓഫ് ഡയറക്ടർ എന്ന് പറയുകയാണെങ്കിൽ സെക്ഷൻ 242 പ്രകാരം ട്രിബ്യൂണൽ നിയോഗിച്ച ഡയറക്ടർമാർക്ക് എന്താണ് ഒരു ഡയറക്ടറെ എന്താണ് കമ്പനി റിമൂവൽ ചെയ്യാമെന്നാണ് പറയുന്നത്. ട്രിബ്യൂണൽ നിയോഗിച്ച ഡയറക്ടറായിരിക്കാത്ത ഒരു ഡയറക്ടറെ ഒരു കമ്പനിക്ക് എന്താണ് റിമൂവ് ചെയ്യാമെന്നാണ് പറയുന്നത്. കീ മാനേജീരിയൽ പേഴ്സൺ according to section 2 subsection 51 of the Companies Act 2013, key managerial personnel in relation to company means the chief executive officers or the managing directors or managers, the company secretary, the vault-time manager, chief financial officers and such of other officers as may be prescribed. ഇവിടെ പറയുന്ന കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 251 അനുസരിച്ച് സബ്സെക്ഷൻ 51 അനുസരിച്ച് കമ്പനിയുടെ മാർഗങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രധാന മാനേജർ ഉദ്യോഗസ്ഥന്മാരാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ, മാനേജിംഗ് ഡയറക്ടർ. അക്കോർഡിംഗ് ടു സെക്ഷൻ 254 സബ്സെക്ഷൻ 54 ഓഫ് ദ കമ്പനീസ് ആക്ട് 2013, എ മാനേജിംഗ് ഡയറക്ടർ മീൻസ് എ ഡയറക്ടർ who be witcher of the articles of a company or an agreement with a company or a resolution passed in its general meeting or by its board of directors is entrusted with the substantial powers of the management of affairs of the company and including the occupying the position of a managing director by whatever name is called. Companies Act 2013 സെക്ഷൻ 2 സബ്സെക്ഷൻ 54 അനുസരിച്ച് ഒരു മാനേജിംഗ് ഡയറക്ടർ എന്നാൽ ഒരു കമ്പനിയുടെ ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ കമ്പനിയുമായിട്ട് കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ഒരു ജനറൽ മീറ്റിങ്ങിൽ പാസ്സാക്കിയ റെസൊല്യൂഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഡയറക്ടർ ബോർഡ് ചുമതലപ്പെടുത്തിയ ഡയറക്ടർ കമ്പനിയുടെ എല്ലാ കാര്യങ്ങളെയും മാനേജ്മെൻറ്റിൻ്റെ ഗണ്യമായിട്ടുള്ള ഒരു എഫേർട്ട് ഇതൊക്കെ എടുക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഏത് പേരിലും മാനേജിംഗ് ഡയറക്ടറുടെ ഒരു സ്ഥാനം ഉൾക്കൊള്ളാൻ പറ്റുന്ന പൊസിഷനിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന വ്യക്തിയാണ് മാനേജിംഗ് ഡയറക്ടർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പേഴ്സണാണ് vault-time director. According to section 2 subsection 94, a vault-time director include a director in the vault-time employment of the company. Thus vault-time director means a director who directs all his time and attention to the carrying on the affairs of the company as may be assigned by the board of director. Section 2 subsection 94 അനുസരിച്ച് ഒരു vault-time ഡയറക്ടറും കമ്പനിയുടെ vault-time വർക്കും ഒരു ഡയറക്ടറെ ഉൾക്കൊള്ളുന്നുണ്ട്. അങ്ങനെ ഒരു വാൾ-ടൈം ഡയറക്ടർ എന്നാൽ ഡയറക്ടർ ബോർഡ് നിയോഗിച്ചേക്കാവുന്ന കമ്പനിയുടെ കാര്യങ്ങളിൽ തൻ്റെ ടൈമും ഫോക്കസും അപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ നയിക്കുന്ന ഒരു ഡയറക്ടർ എന്നാണ് ഈ വാൾ-ടൈം ഡയറക്ടേഴ്സിനെ അർത്ഥമാക്കുന്നത്. നെക്സ്റ്റ്, മാനേജർ. According to section 2 subsection 53, a manager means an individual who subject to the superintendence, control and direction of the board of directors has the management of the whole or substantially the whole of the affairs of the company and includes the directors or any other person occupying the position of a manager by whatever name is called, whether under contract of service or not. സെക്ഷൻ 2 സബ്സെക്ഷൻ 53 അനുസരിച്ച് മാനേജർ എന്നാൽ ഡയറക്ടർ ബോർഡിൻ്റെ ഒരു സുപ്പീരിയൻറ്റൻസ്, കൺട്രോള് അഥവാ നിർദ്ദേശം എന്നിവയ്ക്ക് വിധേയനായിട്ടുള്ളൊരു വ്യക്തിയെയാണ് കമ്പനിയുടെ മുഴുവൻ കാര്യങ്ങളുടെയും മാനേജ്മെൻറ്റിൻ്റെയും മൊത്തത്തിലുള്ള അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയെയാണ് നമ്മൾ മാനേജർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. According to section 2 subsection 18, chief executive officer means an officer of a company who has been designed as such by it. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറഞ്ഞാൽ സെക്ഷൻ 2 സബ്സെക്ഷൻ 18 അനുസരിച്ച് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നാൽ ഒരു കമ്പനി ഡിസൈൻ ചെയ്ത ഒരു ഓഫീസറാണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ.
ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ എന്ന് പറയുകയാണെങ്കിൽ സെക്ഷൻ 2 സബ്സെക്ഷൻ 9 CFO മീൻസ് എ പേഴ്സൺ അപ്പോയിൻറ്റഡ് ആസ് ദ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ഓഫ് എ കമ്പനി എന്ന് വെച്ച് കഴിഞ്ഞാലോ സെക്ഷൻ 2 സബ്സെക്ഷൻ 9 അനുസരിച്ച് ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ എന്നാൽ ഒരു കമ്പനിയുടെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായിട്ട് നിയമിതനായിട്ടുള്ളൊരു വ്യക്തിയാണ്. കമ്പനി സെക്രട്ടറി മീൻസ് കമ്പനി സെക്രട്ടറി as defined in clause of subsection 1 section 2 of Company Secretary Act 1980 who is appointed a company to perform the function of a company secretary under his act. കമ്പനി സെക്രട്ടറി എന്നാൽ കമ്പനി സെക്രട്ടറി ആക്ട് 1980 സെക്ഷൻ 2 സബ്സെക്ഷൻ 1 പ്രകാരം ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഈ ആക്ടിൻ്റെ കീഴിൽ ഒരു കമ്പനി സെക്രട്ടറിയുടെ പ്രവർത്തനങ്ങൾ നിർവഹിക്കാൻ ഒരു കമ്പനി ആരാണ് നിയമിക്കുന്നത്, അതാണ് കമ്പനി സെക്രട്ടറി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, പ്രൊസീജിയർ ഓഫ് അപ്പോയിൻമെൻറ്റ് ഓഫ് MD, വോൾ ടൈം ഡയറക്ടേഴ്സ് ഓർ മാനേജേഴ്സ്. ഫസ്റ്റ് വൺ, റെസൊല്യൂഷൻ അറ്റ് ദ ജനറൽ മീറ്റിംഗ് റെസൊല്യൂഷൻ പാസ്സാക്കണം. സെക്കൻഡ് വൺ, അപ്രൂവൽ ഓഫ് ദ സെൻട്രൽ ഗവൺമെൻറ് അപ്രൂവൽ ഉണ്ടായിരിക്കണം. നോട്ടീസ് കൺവേയിങ് board regarding the conditions of such appointment, remuneration, such other matters can etc. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബോർഡ് മീറ്റിങ്ങിൻ്റെ ആ ഒരു നോട്ടീസിൽ അവരുടെ കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ അപ്പോയിൻമെൻറ്റിൻ്റെയും അതുപോലെ റെമ്യൂണറേഷൻ കണ്ടീഷൻസും ഇതൊക്കെ എന്താണ് അതിൽ ഇൻക്ലൂഡ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഡിസ്ക്വാളിഫിക്കേഷൻ. എ പേഴ്സൺ ഹൂ ഈസ് ബിലോ ദ ഏജ് ഓഫ് 21 ഓർ ഹാസ് അറ്റൈൻഡ് ദ ഏജ് ഓഫ് 17 ഷുഡ് നോട്ട് ബി MD. മാനേജിങ് ഡയറക്ടർ ആവണമെങ്കിൽ 21 വയസ്സിന് മുകളിലോ അല്ലെങ്കിൽ 70 വയസ്സിന് താഴെ ആവണം. നേരെ മറിച്ച് ഡിസ്ക്വാളിഫൈഡ് ആവുന്ന എങ്ങനെയാണ്? 21 വയസ്സിന് താഴെയോ അല്ലെങ്കിൽ 70 വയസ്സിന് മുകളിലോ ഉള്ള ആളുകൾക്ക് എന്താണ് ആ ഒരു മാനേജിങ് ഡയറക്ടർ ആവാൻ സാധിക്കില്ല, ഡിസ്ക്വാളിഫൈഡ് ആണ്. ഹൂ ഈസ് ആൻ അൺഡിസ്ചാർജ് ഇൻസോൾവെൻറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഈ ഡിസ്ചാർജ്ഡ് ആയിട്ടുള്ള ഇൻസോൾവെൻറ്റ് ആവാൻ പാടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പാപ്പര ആവരുത് എന്നാണ് പറയുന്നത്. ഹൂ ഹാസ് കോൺവിക്റ്റഡ് ബൈ കോർട്ട് അറ്റ് എനി ഒഫൻസസ്. കോടതി മുഖാന്തരം എന്തെങ്കിലും തരത്തിലുള്ള ഒഫൻസ് ലഭിച്ച ആരെങ്കിലും ആണെങ്കിലും അവർക്കും എന്താണ് ഡയറക്ടർ ആവാൻ സാധിക്കില്ല. ഹാസ് എനി ടൈം സസ്പെൻഡഡ് പേയ്മെൻറ്റ് ടു ഹിസ് ക്രെഡിറ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രെഡിറ്റേഴ്സിൻ്റെ എപ്പോഴാണെങ്കിലും പണമടയ്ക്കാൻ വേണ്ടിയിട്ട് താൽക്കാലികമായിട്ട് ആ ഒരു ജോബ് മാനേജിങ് ഡയറക്ടർ പൊസിഷൻ നിർത്തിവെക്കുകയാണെങ്കിൽ പിന്നീട് അതിലേക്ക് കയറാനും സാധിക്കില്ല. ഇതാണ് ഡിസ്ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുകയാണെങ്കിൽ. നെക്സ്റ്റ്, റെമ്യൂണറേഷൻ ഓഫ് ഡയറക്ടേഴ്സ്. ദ ടോട്ടൽ മാനേജീരിയൽ റെമ്യൂണറേഷൻ പേയബിൾ ബൈ കമ്പനി ഷാൾ നോട്ട് എക്സീഡ് 11% ഓഫ് ദ നെറ്റ് പ്രോഫിറ്റ്. ഒരു കമ്പനി പ്രൊവൈഡ് ചെയ്യേണ്ട മൊത്തം മാനേജറിൻ്റെ റെമ്യൂണറേഷൻസ് അതിൽ 11% കൂടാൻ പാടില്ല. ദ പേയ്മെൻറ്റ് എക്സീഡിങ് 11% ക്യാൻ ബി ഓതറൈസ്ഡ് ബൈ ദ കമ്പനി ഇൻ ജനറൽ മീറ്റിംഗ് വിത്ത് ദ അപ്രൂവൽ ഓഫ് ദ സെൻട്രൽ ഗവൺമെൻറ്. 11% കവിയുന്ന പേയ്മെൻറ്റ്സ് അത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അംഗീകാരത്തോടെ ഒരു ജനറൽ മീറ്റിങ്ങിൽ ആ കമ്പനി എന്താണ് ഇത് അപ്രൂവ് ചെയ്യണമെന്നാണ് പറയുന്നത്. Remuneration payable to one personnel shall not exceed 5% of net profit. ഒരു ഓഫീസറിന് നൽകേണ്ട റെമ്യൂണറേഷൻസ് അത് 5% കൂടുതലാവാൻ പാടില്ല. നെക്സ്റ്റ്, കോർപ്പറേറ്റ് ഗവേണൻസ്. കോർപ്പറേറ്റ് ഗവേണൻസ് ഈസ് ദ സിസ്റ്റം ബൈ which companies are directed and controlled. It involves the regulatory mechanism and the rules and the relationship between the management of a company, board of directors, shareholders and other stakeholders, and the goals for which the corporations is governed. കമ്പനിയെ കൺട്രോൾ ചെയ്യുകയും റെഗുലേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് എന്ന് വെച്ചാൽ കമ്പനിയെ കൺട്രോൾ ചെയ്യുകയും റെഗുലേറ്റ് ചെയ്യുന്ന സിസ്റ്റമാണ് കോർപ്പറേറ്റ് ഗവേണൻസ്. റെഗുലേറ്ററി മെക്കാനിസവും ഒരു കമ്പനിയുടെ മാനേജ്മെൻറ്റ്, അതിൻ്റെ ഡയറക്ടർ ബോർഡ്, ഷെയർ ഹോൾഡർമാർ, മറ്റ് പാർട്ടിസിപ്പൻസ് എന്നിവ തമ്മിലുള്ള ഒരു റോള് അത് കോർപ്പറേഷനെ റെഗുലേറ്റ് ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ ഉള്ള കൺട്രോൾ ചെയ്യുന്ന ഒബ്ജക്റ്റീവ്സുകൾ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഈ പറയുന്ന കോർപ്പറേറ്റ് ഗവേണൻസ്.
നെക്സ്റ്റ് prerequisites for corporate governance. A proper system consisting of clearly defined and adequate structure of role and authority and responsibility. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോളുകൾ, അതുപോലെ തന്നെ അതോറിറ്റീസ്, പിന്നെന്താ റെസ്പോൺസിബിലിറ്റീസ് എന്നിവയുടെ വ്യക്തമായിട്ട് ഡിഫൈൻ ചെയ്യപ്പെടുന്നതും അതുപോലെ തന്നെ മതിയായതുമായിട്ടുള്ളൊരു സ്ട്രക്ചർ ഉൾക്കൊള്ളുന്ന ഒരു ശരിയായ സിസ്റ്റമാണ് കോർപ്പറേറ്റ് ഗവേണൻസ്. വിഷൻ, പ്രിൻസിപ്പിൾ ആൻഡ് നോംസ് വിച്ച് ഇൻഡിക്കേറ്റ് ദ ഡെവലപ്മെൻറ്റ് പാത്ത്, നോമാറ്റീവ് കോഡ്, കൺസിഡറേഷൻ ആൻഡ് ഗൈഡ് ലൈൻസ് ആൻഡ് നോംസ് ഫോർ പെർഫോമൻസ്. ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോമാറ്റീവ് കൺസിഡറേഷൻസും അതുപോലെ ഗൈഡൻസും നോംസും അതിലൂടെയുള്ള ഒരു പെർഫോമൻസിനുള്ള എല്ലാ തരത്തിലുള്ള മാർഗനിർദ്ദേശങ്ങളും ഗൈഡ് ലൈൻസും എന്നിവ സൂചിപ്പിക്കുന്നത് വിഷൻ, പ്രിൻസിപ്പിൾ ആൻഡ് നോംസിനെയാണ്. എ പ്രോപ്പർ സിസ്റ്റം ഓഫ് ഗൈഡിങ്, മോണിറ്ററിങ്, റിപ്പോർട്ടിംഗ് ആൻഡ് കൺട്രോളിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മോണിറ്ററിങ്, റിപ്പോർട്ടിങ്, അതുപോലെ തന്നെ കൺട്രോളിങ് എന്നിവയുടെ ഒരു ശരിയായ സിസ്റ്റം അതിവിടെ നടന്നു പോകുന്നുണ്ട്. അടുത്തത് റെഗുലേറ്ററി ആൻഡ് വളണ്ടർലി ആക്ഷൻ. ഫസ്റ്റ് വൺ ഫെയർനെസ് എന്ന് പറയുകയാണെങ്കിൽ പ്രൊട്ടക്റ്റിംഗ് ദ ഷെയർ ഹോൾഡേഴ്സ് റൈറ്റ്സ് ആൻഡ് എൻഷുറിംഗ് ദ എൻഫോഴ്സിബിലിറ്റി ഓഫ് കോൺട്രാക്റ്റ് വിത്ത് റിസോഴ്സസ് പ്രൊവൈഡേഴ്സ്. ഇവിടെ ഷെയർ ഹോൾഡേഴ്സുകളുടെ ശരിയായിട്ടുള്ളൊരു എൻഫോഴ്സിബിലിറ്റി, അതെന്താണ്, അവരുടെ റിസോഴ്സുകളുടെ അല്ലെങ്കിൽ റിസോഴ്സ് പ്രൊവൈഡേഴ്സുമായിട്ടുള്ള കോൺട്രാക്റ്റുകളുടെ ഒരു പ്രാബല്യം അത് ഉറപ്പാക്കുകയും ചെയ്യുന്നുണ്ട്. ട്രാൻസ്പെറൻസി, റിക്വയറിംഗ് ടൈംലി ഡിസ്ക്ലോഷർ ഓഫ് ദ ആഡ്ക്വേറ്റ് ഇൻഫർമേഷൻസ് ഓൺ കോർപ്പറേറ്റ് ഫിനാൻഷ്യൽ പെർഫോമൻസ്. കോർപ്പറേറ്റ് ഫിനാൻഷ്യൽ പെർഫോമൻസുകളെ കുറിച്ചുള്ള മതിയായിട്ടുള്ളൊരു ഇൻഫർമേഷൻസ് സംബന്ധിതമായിട്ടുള്ള വെളിപ്പെടുത്തേണ്ടതുണ്ട്. അക്കൗണ്ടബിലിറ്റി, clarifying government roles and responsibilities and supporting voluntarily efforts to ensure the alignment of managerial and shareholders' interest. ഗവൺമെൻറ്റിൻ്റെ റോളുകളും റെസ്പോൺസിബിലിറ്റികളും വ്യക്തമാക്കുകയും മാനേജറിൻ്റെ ഷെയർ ഹോൾഡേഴ്സ് ഇൻട്രസ്റ്റുകളുടെ അത് ഉറപ്പാക്കുന്നതിനും അതുപോലെ തന്നെ അതിൻ്റെ അക്കൗണ്ടബിലിറ്റി, എല്ലാ ട്രാൻസ്പെറൻസികളും അതുപോലെ തന്നെ അക്കൗണ്ടബിലിറ്റികളൊക്കെ എന്താണ്, അതിൻ്റെ എല്ലാ ഇഷ്യൂസുകളെയും പിന്തുണയ്ക്കുകയും ചെയ്യുക. അതാണ് അക്കൗണ്ടബിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് റെസ്പോൺസിബിലിറ്റി, എൻഷുറിംഗ് കോർപ്പറേറ്റ് കംപ്ലൈൻസ് വിത്ത് അതർ ലോസ് ആൻഡ് റെഗുലേഷൻസ് ദാറ്റ് റിഫ്ലക്ട് ദ സൊസൈറ്റി വാല്യൂസ് ഇൻക്ലൂഡിംഗ് എ ബോർഡ് സെൻസിറ്റീവ്ലി ടു ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ സൊസൈറ്റി ഇൻ വിച്ച് ദ ഓപ്പറേറ്റ്. റെസ്പോൺസിബിലിറ്റി എന്ന് പറയുകയാണെങ്കിൽ ഈ പറയുന്ന ആളുകൾ പ്രവർത്തിക്കുന്ന സൊസൈറ്റീൻ്റെ മെയിൻ ഒബ്ജക്റ്റുകളോട് ഒരു ബോർഡ് അവരുടെ കാര്യങ്ങളൊക്കെ എന്താണ്, ആ വരുന്ന സൊസൈറ്റിയിലുള്ള വാല്യൂസുകളൊക്കെ പ്രതിഫലിപ്പിക്കുന്ന മറ്റ് നിയമങ്ങളും അപ്പോൾ റെഗുലേഷൻസൊക്കെ എന്താണ് കോർപ്പറേറ്റിൽ പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കുക. ഇത് മെയിനായിട്ട് അതിൻ്റെ റെഗുലേറ്ററീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് മാൻഡാറ്ററി റെക്കമെൻഡേഷൻ ആൻഡ് നോൺ മാൻഡാറ്ററി റെക്കമെൻഡേഷൻ. Mandatory recommendation applied to listed company with a paid up capital of rupees 3 crore and above. 3 കോടി രൂപയും അതിന് മുകളിലുള്ളതുമായിട്ടുള്ള പെയ്ഡ് അപ്പ് ക്യാപിറ്റലുള്ള ലിസ്റ്റ് ചെയ്ത കമ്പനിക്ക് അപ്ലൈ ചെയ്യുക. 3 കോടി രൂപയും അതിന് മുകളിൽ ഉള്ളതുമായിട്ടുള്ള പെയ്ഡ് അപ്പ് ക്യാപിറ്റലുമായ ലിസ്റ്റ് ചെയ്ത കമ്പനിക്ക് മാത്രം അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് കോമ്പോസിഷൻ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ഒപ്റ്റിമം കോമ്പിനേഷൻ ഓഫ് എക്സിക്യൂട്ടീവ്സ് ആൻഡ് നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ്. ഡയറക്ടർ ബോർഡിൻ്റെ സ്ട്രക്ചർ, എക്സിക്യൂട്ടീവ്, നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരുടെ ഒപ്റ്റിമൽ കോമ്പിനേഷൻസ്. ഓഡിറ്റ് കമ്മിറ്റി വിത്ത് 3 ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് വിത്ത് 1 ഹാവിങ് ഫിനാൻഷ്യൽ ആൻഡ് അക്കൗണ്ടിങ് നോളജസ്. ഫിനാൻഷ്യലി ആയിട്ടുള്ള അക്കൗണ്ടിങ് നോളജസ് ഉള്ള 3 ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർമാരായിട്ടുള്ള ഒരു ഓഡിറ്റ് കമ്മിറ്റി. റെമ്യൂണറേഷൻ കമ്മിറ്റി, റെമ്യൂണറേഷൻ ബേസ്ഡ് ആയിട്ടുള്ള കമ്മിറ്റീസ്. ഇൻഫർമേഷൻ ഷെയറിംഗ് വിത്ത് ഷെയർ ഹോൾഡേഴ്സ്, ഷെയർ ഹോൾഡേഴ്സുമായിട്ടുള്ള ഇൻഫർമേഷൻസ് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക.
നെക്സ്റ്റ് board procedures, at least 4 meeting of the board in the year with a maximum gap of 4 months between 2 meetings to review operational plans, capital budgets, quarterly result, minutes of committee meetings. ഇവിടെ പറയുന്നത് ബോർഡ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഓപ്പറേഷണൽ പ്ലാൻസ്, അതുപോലെ ക്യാപിറ്റൽ ബജറ്റ്, പിന്നെ പറയുന്ന ഈ ക്വാർട്ടർലി റിസൾട്ട്, മിനിറ്റ്സ്, ഇതൊക്കെ ചെയ്യുന്നതിനായിട്ട് 2 മീറ്റിങ്ങുകൾക്കിടയിൽ തന്നെ പരമാവധി ഒരു 4 മാസത്തെ ഇടവേളകളിൽ ഒരു വർഷത്തിൽ കുറഞ്ഞത് 4 മീറ്റിങ്ങുകളെങ്കിലും പ്രൊവൈഡ് ചെയ്യാം. മാനേജ്മെൻറ്റ് ഡിസ്കഷൻ ആൻഡ് അനാലിസിസ് റിപ്പോർട്ട് കൺവേയിങ് ഇൻഡസ്ട്രിയൽ സ്ട്രക്ചർ, ഓപ്പർച്യൂണിറ്റി ട്രെത്ത്, റിസ്ക്, ഔട്ട്ലുക്ക്, ഇൻറ്റേർണൽ കൺട്രോൾ ഓപ്പറേഷൻസ്. ഇവിടെ എന്താണ് പറയുന്നത്? ഡിസ്കഷൻസും അതുപോലെ തന്നെ അനാലിസിസ്, അതുപോലെ തന്നെ റിപ്പോർട്ട് കൺവേർട്ടിംഗ് ഇൻഡസ്ട്രിയൽ സ്ട്രക്ചേഴ്സ്, ഓപ്പർച്യൂണിറ്റീസ്, പിന്നെ ട്രത്ത്, അങ്ങനെയുള്ള എല്ലാ ഈ കാര്യങ്ങളും സിസ്റ്റംസുകളും ഒക്കെ എന്താണ് ഈ കോർപ്പറേറ്റ് ഗവേണൻസിൽ പ്രൊവൈഡ് ചെയ്യാം. നെക്സ്റ്റ് നോൺ മാൻഡാറ്ററി റെക്കമെൻഡേഷൻ. നോൺ മാൻഡാറ്ററി റെക്കമെൻഡേഷൻ എന്ന് പറയുകയാണെങ്കിൽ റോൾ ഓഫ് ചെയർമാൻ. സെക്കൻഡ് വൺ റെമ്യൂണറേഷൻ കമ്മിറ്റി ഓഫ് ബോർഡ് ഉണ്ടാക്കുക. ഷെയർ ഹോൾഡേഴ്സ് റൈറ്റ് ഫോർ റിസീവിംഗ് ഹാഫ് ഇയർലി ഫിനാൻഷ്യൽ പെർഫോമൻസ്, പോസ്റ്റൽ ബാലറ്റ് കവറിംഗ് ക്രിറ്റിക്കൽ മാറ്റേഴ്സ് ലൈക്ക് ദ ആൾട്രേഷൻ ഇൻ മെമ്മോറാണ്ടം. ഇവിടെ ഷെയർ ഹോൾഡേഴ്സിന് ഹാഫ് ഇയർലി ആയിട്ടുള്ള ഫിനാൻഷ്യൽ പെർഫോമൻസ് ലഭിക്കാനുള്ള റൈറ്റ്സ്, മെമ്മോറാണ്ടത്തിലുള്ള ആൾട്രേഷൻസ് പോലുള്ള നിർണായക കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു തപാൽ ബാലറ്റ്സ്, സേഫ് ഓഫ് വോൾ ഓർ സബ്സ്റ്റാൻഷ്യൽ പാർട്ട് ഓഫ് ദ അണ്ടർടേക്കിങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റെടുക്കുന്നതിൻ്റെ പൂർണ്ണമായിട്ടുള്ള അല്ലെങ്കിൽ ഗണ്യമായിട്ടുള്ളൊരു പാർട്ടിൻ്റെ അല്ലെങ്കിൽ ഒരു ഭാഗത്തിൻ്റെ വിൽപ്പന, സെയിൽസ്. നെക്സ്റ്റ് കോർപ്പറേറ്റ് റീസ്ട്രക്ചറിങ്. കോർപ്പറേറ്റ് ഒന്നും കൂടി റീസ്ട്രക്ചർ ചെയ്യാം. പിന്നെ ഫർദർ ഇഷ്യൂ ഓഫ് ക്യാപിറ്റലിന് കൂടുതലായിട്ട് കുറച്ചും കൂടി ഇഷ്യൂ ചെയ്യും ക്യാപിറ്റൽസ്. വെഞ്ചറിങ് ഇൻ ടു ന്യൂ ബിസിനസ്, പുതുതായിട്ടുള്ള ബിസിനസ്സിലേക്ക് കടക്കുക. ഇതൊക്കെയാണ് നോൺ മാൻഡറ്ററി റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്. ഫസ്റ്റ് വൺ, റെസ്പെക്ട് ദ റൈറ്റ്സ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. റെസ്പെക്ട് ദ റൈറ്റ്സ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ ഓർഗനൈസേഷൻസുകളും ഷെയർ ഹോൾഡേഴ്സ്മാരുടെ റൈറ്റ്സുകളും മാനിക്കുകയും ഇൻഫർമേഷൻസ് കമ്മ്യൂണിക്കേഷൻ നടത്തുകയും അതുപോലെ തന്നെ ജനറൽ മീറ്റിങ്ങുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ അവരെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്നതിലൂടെ അവരുടെ റൈറ്റ്സുകൾ അത് വിനിയോഗിക്കാൻ ഷെയർ ഹോൾഡേഴ്സ്മാരെ ഹെൽപ്പ് ചെയ്യുകയും വേണം. നെക്സ്റ്റ്, റെക്കഗ്നൈസ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സുകളുടെ നിയമപരമായിട്ടുള്ള കോൺട്രാക്റ്റുകൾ, അതുപോലെ തന്നെ സൊസൈറ്റി, മാർക്കറ്റിലുള്ള അവരുടെ ലയബിലിറ്റീസ്, ഇതൊക്കെ ഉണ്ടെന്ന് എംപ്ലോയീസിന് തിരിച്ചറിയണം. അതുമാത്രമല്ല ഇവിടെ എംപ്ലോയേഴ്സിന് ഇൻവെസ്റ്റേഴ്സ്, അതുപോലെ തന്നെ ഡെപ്റ്റേഴ്സ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, ലോക്കൽ പീപ്പിൾസ്, കൺസ്യൂമേഴ്സ് എന്നിവരെ ഉൾപ്പെടെയുള്ള എല്ലാ പാർട്ടിസിപ്പൻസും ഇതിൽ ഇൻക്ലൂഡിങ് ആവണം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ബോർഡ്. റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് ബോർഡ് എന്ന് പറയുകയാണെങ്കിൽ മാനേജ്മെൻറ്റിലുള്ള എല്ലാ പെർഫോമൻസും അവലോകനം ചെയ്യുന്നതിനും വെല്ലുവിളിക്കുന്നതിനും അവിടെ ഡയറക്ടർ ബോർഡിന് മതിയായിട്ടുള്ള എല്ലാ പ്രസക്തമായിട്ടുള്ള കഴിവുകളും ധാരണയും ഒക്കെ ആവശ്യമാണ് എന്നാണ് പറയുന്നത്. ഇൻറ്റഗ്രിറ്റി ആൻഡ് എത്തിക്കൽ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഒരു ഫണ്ടമെൻ്റൽ ആയിട്ടുള്ളൊരു അടിസ്ഥാനമായിരിക്കണം ഒരു ഓർഗനൈസേഷൻസിൻ്റെ അവരുടെ ഡയറക്ടർമാർക്കും അതുപോലെ തന്നെ എക്സിക്യൂട്ടീവുകൾക്കുമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റീസുകളും അതുപോലെ ഡിസിഷൻസ് പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ അങ്ങനത്തെ ഒരു ബിഹേവിയർ ആയിരിക്കണം. നെക്സ്റ്റ് പറയുന്നത് ഇൻറ്റഗ്രിറ്റി ആൻഡ് എത്തിക്കൽ ബിഹേവിയർ. എന്ന് പറഞ്ഞാൽ ഇൻറ്റഗ്രിറ്റി ആൻഡ് എത്തിക്കൽ ബിഹേവിയർ എന്ന് പറയുകയാണെങ്കിൽ ഒരു ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു
അടിസ്ഥാനമായിരിക്കുന്ന ഓർഗനൈസേഷൻസുകൾ ഈ ഡയറക്ടർമാരുടെ കാര്യത്തിൽ ഉണ്ടായിരിക്കേണ്ട, അതുപോലെ തന്നെ എക്സിക്യൂട്ടീവുകളുടെയും റെസ്പോൺസിബിലിറ്റീസുമായിട്ടുള്ള ഡിസിഷൻസൊക്കെ എന്താണ് പ്രൊമോട്ട് ചെയ്യുക. ഇതൊക്കെയാണ് മെയിനായിട്ട് അവിടെ വരുന്ന ബിഹേവിയറിൽ വരുന്ന കാര്യങ്ങൾ. നെക്സ്റ്റ് ഡിസ്ക്ലോഷർ ആൻഡ് ട്രാൻസ്പെറൻസി. ഡിസ്ക്ലോഷർ ആൻഡ് ട്രാൻസ്പെറൻസി എന്ന് പറയുകയാണെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് ബോർഡിൻ്റെയും മാനേജ്മെൻറ്റേയും റോൾസ്, അത് റെസ്പോൺസിബിലിറ്റീസും അതുപോലെ തന്നെ ഓർഗനൈസേഷൻസുകൾ വ്യക്തമാക്കുകയും അത് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുകയും വേണം. അതുമാത്രമല്ല ഒരു കമ്പനിയുടെ ഫിനാൻഷ്യലായിട്ടുള്ള റിപ്പോർട്ടിങ്ങിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ ഡോക്യുമെൻറ്റ്സ് അതൊക്കെ പരിശോധിക്കുന്നതിനും ഒക്കെ ഈ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ നടപ്പിലാക്കണമെന്നാണ് പറയുന്നത്. അതാണ് ഡിസ്ക്ലോഷർ ആൻഡ് ട്രാൻസ്പെറൻസി എന്നാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഇൻറ്റേർണൽ കോർപ്പറേറ്റ് ഗവേണൻസ് കൗൺസിൽ, ഇൻറ്റേർണൽ കോർപ്പറേറ്റ് ഗവേണൻസ് കൺട്രോൾ. ഫസ്റ്റ് വൺ മോണിറ്ററിങ് ബൈ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഇവിടെ പറയുന്നത് ഡയറക്ടർ ബോർഡിൻ്റെ മോണിറ്ററിങ് ആയിട്ടുള്ള ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റൽ, ആ ക്യാപിറ്റൽ ഡയറക്ടർ ബോർഡിൽ സെക്യൂർഡ് ആക്കി വയ്ക്കുക. അതുപോലെ ഒരു ബോർഡിൻ്റെ ഡേ ടു ഡേ ആയിട്ടുള്ള മീറ്റിങ്ങുകളിലുള്ള ഇഷ്യൂസ് അത് ഐഡൻറ്റിഫൈ ചെയ്യാനും ആ ഇഷ്യൂസുകൾ പരിഹരിക്കുന്നതിന് ഒരു പരിഹാര നടപടികൾ സ്വീകരിക്കുന്നതിനും ഇത് അനുവദിക്കുന്നുണ്ട്. ഇൻറ്റേർണൽ കൺട്രോൾ പ്രൊസീജിയേഴ്സ് ആൻഡ് ഇൻറ്റേർണൽ ഓഡിറ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റേർണൽ കൺട്രോൾ പ്രൊസീജിയേഴ്സും ഇൻറ്റേർണൽ ഓഡിറ്റർമാരും കമ്പനിയുടെ എല്ലാ ഒബ്ജക്റ്റീവ്സുകളും നേടിയെടുക്കുന്നതിന് ന്യായമായിട്ടുള്ള ഉറപ്പ് നൽകുന്നതിനായിട്ട് ഡയറക്ടർ ബോർഡ്, ഓഡിറ്റ് കമ്മിറ്റി, മാനേജ്മെൻറ്റ്, മറ്റ് ഓഫീസേഴ്സ് എന്നിവ നടപ്പിലാക്കുന്ന പോളിസികൾ, ഇൻറ്റേർണലി ആയിട്ടുള്ള റെഗുലേഷൻസ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സുകൾ, അപ്പോൾ ഇൻറ്റേർണൽ ഓഡിറ്റേഴ്സ്മാരുടെ ഇൻറ്റേർണലി ആയിട്ടുള്ള കൺട്രോൾ പ്രൊസീജിയേഴ്സ് ഇതൊക്കെ നടപ്പിലാക്കുകയും അതിൻ്റെ ഫിനാൻഷ്യലി ആയിട്ടുള്ള റിപ്പോർട്ടിങ്ങിൻ്റെ ഒരു വിശ്വാസ്യത അത് ഉറപ്പാക്കുകയും ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ബാലൻസ് ഓഫ് പവർ. ഇവിടെ ബാലൻസ് ഓഫ് പവർ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ ഉയർന്ന മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ടോപ്പ് മാനേജ്മെൻറ്റ് ലെവൽസിലുള്ള ഓഫീസേഴ്സിൻ്റെ ഇടയിൽ നിന്ന് ഒരു ശരിയായിട്ടുള്ളൊരു പവേഴ്സ്, ആ ഒരു പവർ ബാലൻസ് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. റെമ്യൂണറേഷൻ എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ റെമ്യൂണറേഷൻസ് ഇൻഡിവിജ്വലായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ളൊരു കാര്യങ്ങൾ, ആ കാര്യങ്ങൾ പ്രകടമാക്കുന്ന രീതിയിലായിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശമ്പളത്തിൻ്റെ ചില റേഷ്യോസുകൾ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ഡിസൈൻ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു റെമ്യൂണറേഷൻസ് ആണ് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. മോണിറ്ററിങ് ബൈ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് അതർ ക്രെഡിറ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറയുന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സും അതുപോലെ തന്നെ മറ്റ് ക്രെഡിറ്റേഴ്സും അവരുടെ മോണിറ്ററിങ് മാനേജ്മെൻറ്റിൻ്റെ പാർട്ടിസിപ്പൻസ് ഒരു നല്ല മോണിറ്ററിങ് സിസ്റ്റമായിട്ട് സ്വീകരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ മാനേജ്മെൻറ്റ് പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്നത് അത് നല്ലൊരു മോണിറ്ററിങ് സിസ്റ്റമായിട്ട് റിസീവ് ചെയ്യണം എന്നാണ് പറയുന്നത്. അടുത്തത് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് കോർപ്പറേറ്റ് ഗവേണൻസ്. ഫസ്റ്റ് വൺ റോൾ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ്. ഇവിടെ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർമാരുടെ റോൾസ് അതാണ് പറയുന്നത്. എന്ന് വെച്ചാൽ കോർപ്പറേറ്റ് റെഗുലേഷനിലെ ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്യുന്നൊരു ഫാക്ടറാണ് ഈ പറയുന്ന ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർമാരുടെ പങ്ക് എന്ന് പറയുന്നത്. ഇവിടെ ഇതിലുള്ള ഓഫീസേഴ്സും അല്ലെങ്കിൽ ഓണേഴ്സുമായിട്ടുള്ള ഒരു തരത്തിലുമുള്ള ഒരു റിലേഷൻഷിപ്പും ഇല്ലാത്തതും അതുപോലെ തന്നെ എഫിഷ്യൻസിയും ട്രാൻസ്പെറൻസിയും ഒന്നും ഇല്ലാത്ത മാനേജ്മെൻറ്റ് ഉറപ്പാക്കുന്ന ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഡയറക്ടർമാരുടെ റോള് അതാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് പറയുന്ന ഉടമസ്ഥരുമായിട്ടുള്ള യാതൊരു തരത്തിലുമുള്ള ബന്ധമില്ലാത്ത അഥവാ റിലേഷൻഷിപ്പ് ഇല്ലാത്തതും അതുപോലെ കാര്യക്ഷമവും അതുപോലെ തന്നെ ട്രാൻസ്പെറൻസി ഇല്ലാത്തതുമായിട്ടുള്ള മാനേജ്മെൻറ്റാണ് ഇവിടെ ഉറപ്പാക്കുന്നത് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർമാരുടെ പങ്ക് എന്നുള്ളത്, അതിൽ റോൾസ് എന്നുള്ളത്. മാനേജ്മെൻറ്റ് കൾച്ചർ കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ സംസ്കാരത്തെയും അതുപോലെ തന്നെ മാനേജ്മെൻറ്റിൻ്റെ മെൻ്റൽ എബിലിറ്റിയെയും അല്ലെങ്കിൽ മെൻ്റൽ പ്രൊവിഷൻസെയും ആശ്രയിച്ചിരിക്കുന്നു.
ഇവിടെ നിയമനിർമ്മാണത്തിലൂടെ മാത്രം ഇത് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. കോർപ്പറേറ്റ് റെഗുലേഷനിലെ ഒരു കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും നടത്തുന്നതിനായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് എല്ലാ പാർട്ടിസിപ്പൻസുകളോട് കൂടിയിട്ടുള്ള നീതി പുലർത്തുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി കൂടുതലായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, റോൾ ഓഫ് പ്രൊമോട്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ പ്രൊമോട്ടർമാരുടെ പങ്ക് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അവരെന്താണ് അതിൻ്റേതായിട്ടുള്ളൊരു ഗവേണൻസ്, ആ ഗവേണൻസിൻ്റെ ആധിപത്യം പുലർത്തുകയും ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, റോൾ ഓഫ് പ്രൊഫഷണൽ. ഇവിടെ അറിയണമെങ്കിൽ കമ്പനി സെക്രട്ടറിമാർ, അക്കൗണ്ടൻറ്റുമാർ, ഓഡിറ്റേഴ്സ് തുടങ്ങിയ കമ്പനികളുമായി ബന്ധപ്പെട്ട പ്രൊഫഷണലുകൾ ശരിയായ കോർപ്പറേറ്റ് ഗവേണൻസിനായിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കണം. അതാണ് മെയിനായിട്ട് ഈ പറയുന്ന റോൾ ഓഫ് പ്രൊഫഷണൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, കോർപ്പറേറ്റ് ഒബ്ജക്റ്റീവ്സ്. കോർപ്പറേറ്റ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുകയാണെങ്കിൽ കമ്പനിയുടെ മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുകയാണെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ്മാരുടെ പ്രോപ്പർട്ടി അത് പരമാവധി ഇൻക്രീസ് ചെയ്യിപ്പിക്കുക എന്നതാണ് കമ്പനിയുടെ മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അടുത്തത് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, സെബി. സെബി എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആക്ട് 1992 കം ഇൻ ടു ഫോഴ്സ് ഓൺ 13th January 1992. It extends in the whole of India. The Act provided for the establishment of a board known as the Securities and Exchange Board of India. ഈ സെബി 1992 ഇത് സ്ഥാപിച്ചത്. 13th January ആണ്. ടെക്സ്റ്റ് ആൻഡ് ദ വോൾ ഓഫ് ദ ഇന്ത്യയിൽ എല്ലായിടത്തും ഇത് വ്യാപിച്ച് കിടക്കുന്നുണ്ട്. ദ ആക്ട് പ്രൊവൈഡ് ഫോർ ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് എ ബേസ്ഡ് നോൺ ആസ് ദ സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ഈ ആക്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ അധീനതയിൽ അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കൺട്രോൾ ചെയ്യാനായിട്ട് കമ്പനീൻ്റെ എല്ലാ കാര്യങ്ങളും ഇതിലൂടെ രജിസ്റ്റർ ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും അപ്രൂവ് ചെയ്യാൻ പറ്റുകയുള്ളൂ. നെക്സ്റ്റ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് സെബി to regulate the business in the stock exchange and any other security market. സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലും മറ്റേതെങ്കിലും സെക്യൂരിറ്റി മാർക്കറ്റിലും ബിസിനസ് കൺട്രോൾ ചെയ്യാം. ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് സോ ദാറ്റ് ദർ ഇൻ എ സ്റ്റീഡി ഫ്ലോ ഓഫ് സേവിങ്സ് ഇൻ ടു ദ ക്യാപിറ്റൽ മാർക്കറ്റ്. ക്യാപിറ്റൽ മാർക്കറ്റിലേക്ക് സേവിങ്സിൻ്റെ സ്ഥിരമായിട്ടുള്ളൊരു സ്റ്റീഡി ആയിട്ടുള്ളൊരു ഫ്ലോ അത് ഉണ്ടാക്കുന്നതിനായിട്ട് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാം. To register and regulate the working of stock brokers, sub-brokers, agent brokers, underwriters, etc. who may be associated with the security market. സെക്യൂരിറ്റി മാർക്കറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റോക്ക് ബ്രോക്കേഴ്സ്, സബ് ബ്രോക്കേഴ്സ്, ഏജൻറ്റ്, ബാങ്കേഴ്സ്, അണ്ടർറൈറ്റേഴ്സ് മുതലായവയുടെ പ്രവർത്തനങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിനും കൺട്രോൾ ചെയ്യുന്നതിനും റെഗുലേറ്റ് ചെയ്യാം. നെക്സ്റ്റ് വൺ, ടു ഹാവ് എ ചെക്ക് ഓൺ പ്രിഫറൻഷ്യൽ അലോട്ട്മെൻറ്റ് ടു പ്രൊമോട്ടേഴ്സ് അറ്റ് വെരി ലോ പ്രൈസ്. ഇവിടെ പറയുന്നത് വളരെ കുറഞ്ഞ വിലയ്ക്ക് പ്രൊമോട്ടർമാർക്ക് എന്താണ് പ്രിഫറൻഷ്യൽ അലോട്ട്മെൻറ്റ് പരിശോധിക്കാൻ കൊടുക്കുക. ടു പ്രിവെൻറ്റ് ദ ഡീവിയേഷൻസ് ആൻഡ് വയലേഷൻ ഓഫ് റൂൾസ് പ്രിസ്ക്രൈബ്ഡ് ബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ നിർദ്ദേശിക്കുന്ന നിയമങ്ങളും വ്യതിയാനങ്ങളും അതിൽ വരുന്ന ലംഘനങ്ങളും ഒക്കെ എന്താണ് പ്രിവെൻറ്റ് ചെയ്യുക. To prohibit the fraudulent and unfair trade practices relating to security market. സെക്യൂരിറ്റീസ് മാർക്കറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫ്രോഡുലൻ്റ് അതുപോലെ തന്നെ അന്യായവുമായിട്ടുള്ള എല്ലാ ട്രേഡിംഗ് മെത്തേഡ്സുകളും പ്രോഹിബിറ്റ് ചെയ്യുക, നിരോധിക്കുക. അടുത്തതെന്ന് പറയുകയാണെങ്കിൽ ഫങ്ഷൻസ് ഓഫ് സെബി. അതിൽ ഫസ്റ്റ് ഫങ്ഷനാണ് registering and regulating the working of stock brokers, sub brokers, share transfer agent, brokers to an issues, trustee of trust dealer, registrar to an issues, merchant bankers, underwriters, portfolio managers, investment advisors and other intermediaries who may be associated with the security market. ഇവിടെ സ്റ്റോക്ക് ബ്രോക്കർമാർ, സബ് ബ്രോക്കർമാർ, ഷെയർ ട്രാൻസ്ഫർ ഏജൻറ്റുമാർ, ഒരു ഇഷ്യൂ ഓഫ് ബാങ്കേഴ്സ്, ട്രസ്റ്റ് ഡീഡ്സുകൾ, അതുപോലത്തെ ഇഷ്യൂ ഓഫ് രജിസ്ട്രാറുണ്ട്, പിന്നെ മർച്ചൻറ്റ് ബാങ്കേഴ്സ്, അണ്ടർ റൈറ്റേഴ്സ്മാർ, പോർട്ട്ഫോളിയോ മാനേജേഴ്സ്, അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സ് കൂടാതെ മറ്റ് ഇൻ്റർമീഡിയറീസുകളുടെ ജോലി എന്നിവ രജിസ്റ്റർ ചെയ്യുകയും
അത് റെഗുലേറ്റ് ചെയ്യുകയും ചെയ്യുന്ന സെക്യൂരിറ്റീസാണ് ഈ പറയുന്ന സെബി എന്ന് പറയുന്നത്. രജിസ്റ്ററിങ് ആൻഡ് റെഗുലേറ്റിംഗ് ദ വർക്കിംഗ് ഓഫ് വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട് ആൻഡ് കളക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീംസ് ഇൻക്ലൂഡിംഗ് മ്യൂച്വൽ ഫണ്ട്. വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടുകളുടെയും മ്യൂച്വൽ ഫണ്ടുകളുടെയും ഉൾപ്പെടെയുള്ള ഒരു കൂട്ടായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീംസ്, ആ ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീംസുകളുടെയും ഒരു പ്രവർത്തനം അത് രജിസ്റ്റർ ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും ചെയ്യുക. നെക്സ്റ്റ്, പ്രൊമോട്ടിംഗ് ആൻഡ് റെഗുലേറ്റിംഗ് സെൽഫ് റെഗുലേറ്ററി ഓർഗനൈസേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് റെഗുലേറ്ററി ഓർഗനൈസേഷൻസിനെ പ്രൊമോട്ട് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. പ്രോഹിബിറ്റിംഗ് ഫ്രോഡ്ലൻറ്റ് ആൻഡ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് റിലേറ്റിംഗ് ടു സെക്യൂരിറ്റി മാർക്കറ്റ്. ഫ്രോഡ്ലൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ്, ഇത് സെക്യൂരിറ്റിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇത്തരം കാര്യങ്ങളൊക്കെ എന്താണ് പ്രോഹിബിറ്റ് ചെയ്യുക. പ്രൊമോട്ടിംഗ് ഇൻവെസ്റ്റേഴ്സ് എഡ്യൂക്കേഷൻസ് ആൻഡ് ട്രെയിനിങ് ഓഫ് ഇൻ്റർമീഡിയറീസ് ഓഫ് സെക്യൂരിറ്റി മാർക്കറ്റ്. സെക്യൂരിറ്റി മാർക്കറ്റിലെ ഇടനിലക്കാർ അഥവാ ഇൻ്റർമീഡിയറീസിനെയും അതുപോലെ തന്നെ അവർക്ക് എന്താണ് ഇൻവെസ്റ്റേഴ്സിനൊക്കെ ട്രെയിനിങ് കൊടുക്കുക, എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുകയൊക്കെ ചെയ്യുക. അതിനൊക്കെ പ്രോത്സാഹിപ്പിക്കുക. പ്രോഹിബിറ്റിംഗ് ഇൻസൈഡർ ട്രേഡിംഗ് ഇൻ സെക്യൂരിറ്റീസ്. ഇൻസൈഡർ ട്രേഡിംഗ് സെക്യൂരിറ്റീസിന് നമ്മളെന്താണ് നിരോധിക്കുക. റെഗുലേറ്റിംഗ് സബ്സ്റ്റാൻഷ്യൽ അക്വിസിഷൻ ഓഫ് ഷെയർസ് ആൻഡ് ടേക്ക് ഓവർ ഓഫ് കമ്പനീസ്. ഷെയർസുകൾ ഗണ്യമായിട്ട് ഏറ്റെടുക്കുന്നതും കമ്പനികളുടെ ഏറ്റെടുക്കലും റെഗുലേറ്റ് ചെയ്യുക. കോളിംഗ് ഫോർ ഇൻഫർമേഷൻ, അണ്ടർടേക്കിംഗ് ഇൻസ്പെക്ഷൻ, കണ്ടക്ടിംഗ് എൻക്വയറീസ് ആൻഡ് ഓഡിറ്റ്സ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്, മ്യൂച്വൽ ഫണ്ട് ആൻഡ് അതർ പേഴ്സൺ അസോസിയേറ്റഡ് വിത്ത് ദ സെക്യൂരിറ്റീസ് മാർക്കറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇൻഫർമേഷൻസ്, കോളിംഗ് ഫോർ ഇൻഫർമേഷൻസ് അതെന്താണ്, എന്തിലേക്കാണ്? നമ്മുടെ കണ്ടക്ടിങ് എൻക്വയറീസ് കണ്ടക്ട് ചെയ്യുക, ഓഡിറ്റ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്, മ്യൂച്വൽ ഫണ്ട് എന്നിവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട മറ്റ് വ്യക്തികൾ എന്നിവരുടെ അന്വേഷണങ്ങളും അതുപോലെ തന്നെ ഓഡിറ്റുകളൊക്കെ നടത്തുക. ഇതൊക്കെയാണ് അതിൻ്റെ ഫങ്ഷൻസ് ഓഫ് സെബി എന്ന് പറഞ്ഞാൽ. സെബീൻ്റെ ഫങ്ഷൻസ് ഇനിയും ഉണ്ട്, അത് നിങ്ങൾക്ക് ടെക്സ്റ്റിൽ കൂടുതലായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് വായിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്ത പവേഴ്സ് ഓഫ് സെബി. ഫസ്റ്റ് വൺ, പവർ ടു കൺട്രോൾ ആൻഡ് റെഗുലേറ്റ് ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ കൺട്രോൾ ചെയ്യുകയും റെഗുലേറ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. പവർ ടു കൺട്രോൾ ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റി. ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസിനെ, കമ്പനിയിലെ ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസിനെ കൺട്രോൾ ചെയ്യാനുള്ള അധികാരമുണ്ട്. പവർ ടു കോൾ ഫോർ പീരിയോഡിക്കൽ റിട്ടേൺ ഫ്രം ദ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ ദ കൺട്രി. എന്ന് വെച്ചാൽ അംഗീകൃതമായിട്ടുള്ള, എന്ന് വെച്ചാൽ നമ്മുടെ കൺട്രീസിലെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ ഓതറൈസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് ആനുകാലികമായിട്ടുള്ള വരുമാനം അത് ആവശ്യപ്പെടാനുള്ള അധികാരമുണ്ട്. നെക്സ്റ്റ് പറയുകയാണെങ്കിൽ പവർ ടു അറ്റൻഡ് ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് ദ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. എന്ന് വെച്ച് കഴിഞ്ഞാൽ റെക്കഗ്നൈസ്ഡ് ആയുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിലൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള ഭേദഗതി ചെയ്യാനുള്ള അധികാരമുണ്ട്. അതുപോലെ തന്നെ ദ പവർ ടു അമെൻഡ് ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് ദ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അതാണ് ഇപ്പോൾ പറഞ്ഞത്. നെക്സ്റ്റ്, പവർ ടു ഗ്രാൻഡ് രജിസ്ട്രേഷൻ ടു മാർക്കറ്റ് ഇൻ്റർമീഡിയറീസ്. എന്ന് വെച്ചാൽ മാർക്കറ്റ് ഇടനിലക്കാർ അഥവാ മാർക്കറ്റ് ഇൻ്റർമീഡിയറീസിന് രജിസ്ട്രേഷൻസ് നൽകാനുള്ള അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യാനുള്ള അധികാരമുണ്ട്. നെക്സ്റ്റ്, പവർ ടു ഗ്രാൻഡ് അപ്രൂവൽ ടു ബൈലോ ഓഫ് ദ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. എന്ന് വെച്ച് കഴിഞ്ഞാൽ റെക്കഗ്നൈസ്ഡ് ആയുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് ബൈലോ പ്രകാരം അല്ലെങ്കിൽ ബൈലോസിനുള്ള അപ്രൂവ്ഡ് അത് പ്രൊവൈഡ് ചെയ്യാനുള്ള അധികാരമുണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, പവർ ടു പ്രൊമോട്ട് ആൻഡ് റെഗുലേറ്റ് സെൽഫ് റെഗുലേറ്ററി ബോഡീസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് റെഗുലേറ്ററി ബോഡീസ് പ്രൊമോട്ട് ചെയ്യാനും അതുപോലെ തന്നെ റെഗുലേറ്റ് ചെയ്യാനുള്ളൊക്കെ പവർ അല്ലെങ്കിൽ അധികാരമുണ്ട്. പവർ ടു പ്രോഹിബിറ്റ് ഇൻസൈഡർ ട്രേഡിങ്. എന്ന് വെച്ചാൽ ഇൻസൈഡർ ട്രേഡിങ് നിരോധിക്കാനുള്ള അധികാരമുണ്ട്. പവർ ടു സസ്പെൻഡ് ട്രേഡിംഗ് ഓഫ് എനി സെക്യൂരിറ്റീസ്. സെക്യൂരിറ്റീസിൽ വരുന്ന ട്രേഡിങ്സിന് അത് സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരമുണ്ട്. അതുപോലെ പവർ ടു കണ്ടക്ട് ദ റിസർച്ച് കണ്ടക്ട് ചെയ്യാനുള്ള അധികാരമുണ്ട്. ഇതൊക്കെയാണ് പവേഴ്സ് ഓഫ് സെബി എന്ന് പറയുന്നത്. അപ്പോൾ പവേഴ്സ് ഓഫ് സെബി എന്ന് പറയുന്നത് ഇനിയും ഉണ്ട്, ഡീറ്റെയിൽഡ് ആയിട്ട് 10-15 പവേഴ്സുകളുണ്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ. അപ്പോൾ അത് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ അത് ടെക്സ്റ്റ് ബുക്കിൽ ഇഷ്ടംപോലെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അത് ഒരു 15 പോയിൻ്റെങ്കിലും മിനിമം പഠിച്ച് വെക്കാം. നെക്സ്റ്റ്, സെക്യൂരിറ്റീസ് അപ്പലേറ്റ് ട്രിബ്യൂണൽ അഥവാ സാറ്റ്. സെക്യൂരിറ്റീസ് അപ്പലേറ്റ് ട്രിബ്യൂണൽ ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ ദ പ്രൊവിഷൻസ് 50K ഓഫ് ദി സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആക്ട് 1992 to hear the dispose of appeals against orders passed by the SEBI or by an adjudicating officers under the act and to
exercises jurisdiction powers and authority conferred on the tribunal by or under this act or any other law for timing being in forces. The central government shall establish one or more appellate tribunal by notification to exercise the powers conferred on such tribunal by the act. സെക്യൂരിറ്റി അപ്പലേറ്റ് ട്രിബ്യൂണൽ എന്ന് പറയുകയാണെങ്കിൽ എന്താണ് ഇവിടെ പറയുന്നത് 1992 സെബി ആക്ട് പ്രകാരം 50K പ്രൊവിഷൻസുകൾ പ്രകാരം സ്ഥാപിതമായിട്ടുള്ളൊരു നിയമപ്രകാരമുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഈ പറയുന്ന സാറ്റ് എന്ന് പറയുന്നത്. ഇവിടെ സെബി പാസ്സാക്കിയായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് അഥവാ ആ റെസ്പോൺസിബിലിറ്റീസൊക്കെ എന്താണ്, അതിലുള്ള അപ്പീലുകൾ കേൾക്കാനും അത് തീർപ്പാക്കാനും അല്ലെങ്കിൽ നിയമപ്രകാരം ഒരു വിധികർത്താവ് ഉദ്യോഗസ്ഥനും അവർക്ക് പവേഴ്സുള്ള അധികാരങ്ങളും അല്ലെങ്കിൽ പവേഴ്സുള്ള ആളുകളും അപ്പോൾ അത് വിനിയോഗിക്കുന്നതിനും ഈ ട്രിബ്യൂണലിന് അല്ലെങ്കിൽ ഈ ഒരു നിയമപ്രകാരം അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിയമം പ്രാബല്യത്തിൽ വരുന്നതിന് ഈ ഒരു ആക്ട് ആ ആക്ട് പ്രകാരം ട്രിബ്യൂണലിന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള പവേഴ്സ് അത് വിനിയോഗിക്കുന്നതിനും അതിലൂടെ തന്നെ അവർക്ക് നോളേജസ് ആ സെൻട്രൽ ഗവൺമെൻറ്റിന് ഒന്നോ അതിലധികമോ അപ്പലേറ്റ്സ് ട്രിബ്യൂണലുകളായിട്ട് സ്ഥാപിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഇത് ഇവിടെ എത്ര മാത്രം പറയുന്നത് 1992 സാറ്റ് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം അതിലുള്ള എല്ലാ പ്രൊവിഷൻസുകളും നിയമപരമായുള്ള എല്ലാ പ്രൊവിഷൻസുകളും കൂടിയിട്ട് ഇത് സ്ഥാപിതമായത് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പവേഴ്സ് ഓഫ് സാറ്റ്. ഫസ്റ്റ് വൺ, പവർ ടു vary or set aside any decisions of a recognized stock exchange regarding list of securities. ഇവിടെ പറയുന്നത് എന്താണ്, സെക്യൂരിറ്റികളുടെ ലിസ്റ്റിംഗ് അത് സംബന്ധിച്ച് റെക്കഗ്നൈസ്ഡ് ആയുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഏതെങ്കിലും ഒരു ഡിസിഷൻസ് അത് മാറ്റാനോ മാറ്റി വയ്ക്കാനോ ഉള്ള റൈറ്റ് ഉണ്ട്, പവർ ഉണ്ട് എന്നാണ് പറയുന്നത്. പവർ ടു റിസീവ് ദ എവിഡൻസ് ഓൺ അഫിഡവിറ്റിൻ്റെ എല്ലാ തെളിവുകളും അത് റിസീവ് ചെയ്യാനുള്ള പവർ ഉണ്ട്. നെക്സ്റ്റ്, പവർ ടു ഇഷ്യൂ ദ കമ്മീഷൻ ഫോർ ദ എക്സാമിനേഷൻസ് ഓഫ് ദ വിറ്റ്നസ് ഓർ ഡോക്യുമെൻ്റ്. വിറ്റ്നസ്സുകളോടെയോ ഡോക്യുമെൻറ്റുകളോടെയോ പരിശോധനയ്ക്കായിട്ട് കമ്മീഷനുകൾ പുറപ്പെടുവിക്കാനുള്ള ഒരു പവറുണ്ട്. പവർ ടു ഡിസ്കസ് ഓൺ അപ്ലിക്കേഷൻ ഫോർ ഡീഫാൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഡീഫാൾട്ടിനായിട്ട് അപ്ലിക്കേഷൻസ് ഡിസൈഡ് ചെയ്യാനുള്ള പവറുണ്ട്, ഡിസ്കസ് ചെയ്യാനുള്ള പവറുണ്ട്. പവർ ടു സെറ്റ് അസൈഡ് എനി ഓർഡർ ഓഫ് ഡിസ്മിസൽ ഓഫ് എനി അപ്ലിക്കേഷൻ ഫോർ ഡിഫാൾട്ട്. ഡിഫാൾട്ടിനായിട്ട് ഏതെങ്കിലും അപ്ലിക്കേഷൻസ് നിരസിക്കാനുള്ള ഒരു ശ്രമം അത് മാറ്റിവെക്കാനുള്ള പവർ ഈ സാറ്റിനുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ സാറ്റിൻ്റെ പവേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതാണ് മാനേജ്മെൻറ്റ് ഓഫ് കമ്പനീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്തത് എന്തൊക്കെയായിരുന്നു, ഇതിൻ്റെ ഡയറക്ടേഴ്സിൻ്റെ റൈറ്റ്സ്, അതുപോലെ തന്നെ അവരുടെ പവർ, ഡ്യൂട്ടീസ്, പിന്നെ ലാബിലിറ്റീസ്, ഇതൊക്കെയാണെങ്കിലും മെയിനായിട്ട് പഠിക്കേണ്ട ഭാഗങ്ങൾ കേട്ടോ. പിന്നെ സെബീൻ്റെ പവർ, ഫങ്ഷൻസ്, അതുപോലെ സാറ്റിൻ്റെ പവർ, കോർപ്പറേറ്റ് ഗവേണൻസ് എന്തൊക്കെയാണ്, അതിൻ്റെ ഫാക്ടേഴ്സ്, മെയിനായിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ, നന്നായിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അതുപോലെ വേറെ ക്വസ്റ്റ്യൻ ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പ്ലെയിൻ ദ റിമൂവൽ ഓഫ് ഡയറക്ടേഴ്സ്, വാട്ട് ആർ ദ ഡ്യൂട്ടീസ് ആൻഡ് റൈറ്റ്സ് ഓഫ് ഡയറക്ടേഴ്സ് ചോദിച്ചിട്ടുണ്ട് എസ് എ ആയിട്ട്. അപ്പോൾ ലാബിലിറ്റീസ് ഓഫ് ഡയറക്ടേഴ്സ് എസ് എ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് നിങ്ങൾ ആ പറയുന്ന പോർഷൻസ് കുറച്ചും കൂടി ഡീപ്പായിട്ട് പഠിക്കുക, അല്ലാത്ത പോർഷൻസ് ജസ്റ്റ് നോക്കി പോവുക. കാരണം എവിടുന്ന് നമുക്ക് വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് നന്നായിട്ട് നോക്കി പോവുക. അപ്പോൾ ഇതോടെ നമ്മുടെ ഈ മാനേജ്മെൻറ്റ് ഓഫ് കമ്പനീസ് എന്ന ചാപ്റ്റർ കംപ്ലീറ്റഡ് ആയി. ഇനി അടുത്ത സെക്ഷനിൽ നമ്മൾ കമ്പനി മീറ്റിംഗ്സിനെ കുറിച്ചൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ അത് എഴുതേണ്ടതാണ്. അടുത്ത ക്ലാസ്സിൽ ഞാനത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് മെയിനായിട്ട് ഇതിൽ പഠിക്കേണ്ട ഭാഗങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് വരും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ താങ്ക് യു മൈ ഡിയർ സ്റ്റുഡൻസ്.